ജെറമിയ 51 അധ്യായം 1 മുതൽ 64 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളി ചെയ്യുന്നു, ബാബിലോണിനും കൽദായ നിവാസികൾക്കുമെതിരെ ഞാൻ ഒരു സംഹാരനെ അയക്കും. പാറ്റുന്നവരെ ഞാൻ ബാബിലോണിലേക്ക് അയക്കും. ദുരിതത്തിൻ്റെ നാളിൽ അവർ അവളെപ്പറ്റി ശൂന്യമാക്കും. അവളുടെ വില്ലാളികളെ വില്ല് കുലയ്ക്കാനും പടയാളികളെ പോർച്ചട്ട അണിയാനും അനുവദിക്കരുത്. അവളുടെ യുവാക്കൾ അവശേഷിക്കരുത്. സൈന്യം മുഴുവൻ നശിക്കട്ടെ. അവർ കൽദായ ദേശത്ത് മരിച്ചു വീഴും. തെരുവീഥികളിൽ മുറിവേറ്റ് കിടക്കും. ഇസ്രായേലിനെയും യൂദയെയും അവരുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഉപേക്ഷിച്ചിട്ടില്ല. ഇസ്രായേലിൻ്റെ പരിശുദ്ധത്തിനെതിരായ തിന്മകൾ കൊണ്ട് കൽദായരുടെ നാട് നിറഞ്ഞിരിക്കുന്നു. ബാബിലോണിൽ നിന്ന് ഓടിയകലുവിൻ, ജീവൻ രക്ഷിക്കുവിൻ. അവരുടെ ശിക്ഷയിൽ നിങ്ങൾ നശിക്കാതിരിക്കട്ടെ. ഇത് കർത്താവിൻ്റെ പ്രതികാര ദിനമാണ്. അവിടുന്ന് അവൾക്ക് പ്രതിഫലം നൽകുന്നു. ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കൈകളിൽ ബാബിലോൺ. അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു. ബാബിലോൺ പെട്ടെന്ന് വീണ് തകർന്നു. അവളെ ഓർത്ത് വിലപിക്കുവിൻ. അവളുടെ മുറിവുകൾക്ക് തൈലം അന്വേഷിക്കുവിൻ. അവൾ സുഖം പ്രാപിച്ചേക്കാം. ബാബിലോണിനെ നമ്മൾ ചികിത്സിച്ചു, എങ്കിലും അവൾ സുഖം പ്രാപിച്ചില്ല. അവളെ മറന്നേക്കുക. നമുക്ക് നമ്മുടെ ദേശങ്ങളിലേക്ക് മടങ്ങാം. അവളുടെ ശിക്ഷാവിധി സ്വർഗം വരെ എത്തുന്നു. അത് ആകാശം വരെ ഉയരുന്നു. കർത്താവ് നമുക്ക് വേണ്ടി നീതി നടത്തിയിരിക്കുന്നു. വരുവിൻ, നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ പ്രവൃത്തികൾ സിയോനിൽ നമുക്ക് പ്രഘോഷിക്കാം. അസ്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടുവിൻ, ആവനാഴി നിറയ്ക്കുവിൻ. മിദിയാൻ രാജാക്കന്മാരെ കർത്താവ് ഇളക്കിവിട്ടിരിക്കുന്നു. ബാബിലോണിനെ നശിപ്പിക്കാൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ പ്രതികാരമാണ്, അവിടുത്തെ ആലയത്തിന് വേണ്ടിയുള്ള പ്രതികാരം. ബാബിലോണിൻ്റെ കോട്ടകൾക്കെതിരെ യുദ്ധക്കൊടി ഉയർത്തുവിൻ. കാവൽപ്പടയെ ശക്തമാക്കുവിൻ. കാവൽ ഭടന്മാർ സ്ഥാനം പിടിക്കട്ടെ. കെണികളൊരുക്കുവിൻ. ബാബിലോൺ നിവാസികൾക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ കർത്താവ് നിറവേറ്റിയിരിക്കുന്നു. സമൃദ്ധമായ ജലാശയത്തിനരികെ വസിക്കുന്ന അളവറ്റ ധനത്തിനുടമയായ നിന്റെ അന്ത്യം ആസന്നമായി. ഇതാ നിന്റെ ജീവധാര അറ്റിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് സ്വന്തം നാമത്തിൽ ശബ്ദം ചെയ്തിരിക്കുന്നു. വെട്ടുക്കിളികളെപ്പോലെ എണ്ണമറ്റ ഭടന്മാരെ ഞാൻ നിനക്കെതിരെ നിർത്തും. അവർ വിജയതാരവം മുഴക്കും. തൻ്റെ ശക്തിയാൽ അവിടുന്ന് ഭൂമിയെ സൃഷ്ടിച്ചു. ജ്ഞാനത്താൽ ലോകത്തെ ഉറപ്പിച്ചു. അറിവിനാൽ ആകാശത്തെ വിരിച്ചു. അവിടുന്ന് ഗർജിക്കുമ്പോൾ ആകാശത്തിന് മുകളിലെ ആഴികൾ അലറുന്നു. ദിഗന്ധങ്ങളിൽ നിന്ന് കാർമേഘങ്ങളെ ഉയർത്തുന്നു. മഴ പെയ്യിക്കാൻ മിന്നൽ പിണരുകളെ അയക്കുന്നു. തൻ്റെ അറപ്പുരകളിൽ നിന്ന് കാറ്റിനെ അഴിച്ചുവിടുന്നു. ഇവയുടെ മുമ്പിൽ മനുഷ്യർ വിസ്മയിച്ചു, വിഡ്ഢികളായി നിൽക്കുന്നു. സ്വർണശില്പിയെ താൻ നിർമ്മിച്ച വിഗ്രഹത്തെ ചൊല്ലി ലജ്ജിക്കുന്നു. അവൻ്റെ ശില്പങ്ങൾ വ്യാജമത്രേ. ജീവശ്വാസം അവയിലില്ല. അവ വ്യർത്ഥമാണ്, വെറും മിഥ്യാമൂർത്തികൾ. ശിക്ഷാദിനത്തിൽ അവ നാശമടയും. യാക്കോബിൻ്റെ അവകാശമായതൻ അതുപോലെയല്ല. അവിടുന്നാണ് സകലത്തിനും രൂപം നൽകിയത്. ഇസ്രായേൽ അവിടുത്തെ സ്വന്തം ഗോത്രമാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. നീ എൻ്റെ കയ്യിലെ കൂടമാണ്, എൻ്റെ ആയുധം. നിന്നെ കൊണ്ട് ജനതകളെ ഞാൻ ചിതറിക്കും, സാമ്രാജ്യങ്ങളെ തകർക്കും. കുതിരകളെയും കുതിരക്കാരെയും രഥങ്ങളെയും സാരഥികളെയും ഞാൻ ചിതറിക്കും. നിന്നെ കൊണ്ട് പുരുഷന്മാരെയും സ്ത്രീകളെയും വൃദ്ധരെയും ശിശുക്കളെയും യുവാക്കളെയും യുവതികളെയും ഞാൻ സംഹരിക്കും. ഇടയന്മാരെയും ആടുകളെയും കർഷകരെയും ഉഴുവുകാളകളെയും നായകന്മാരെയും ഭരണാധിപന്മാരെയും നിന്നെ കൊണ്ട് ഞാൻ നശിപ്പിക്കും. ബാബിലോണും കൽദായ ജനതയും സിയോനിൽ ചെയ്ത അതിക്രമങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് അവരോട് പകരം ചോദിക്കും. ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുന്ന വിനാശപർവ്വതമേ, ഞാൻ നിനക്കെതിരെ കൈനീട്ടി പാറയിടുക്കിൽ നിന്ന് നിന്നെ ഉരുട്ടിയിടും. നീ കരിഞ്ഞ പർവ്വതമാകും. കർത്താവ് അരുളി ചെയ്യുന്നു. മൂലക്കല്ലിനോ അടിസ്ഥാന ശിലയ്ക്കോ വേണ്ടി ആരും ഒരു കല്ലും നിന്നിൽ നിന്ന് എടുക്കുകയില്ല. നീ നിത്യശൂന്യതയാകും. ദേശത്തെല്ലാം യുദ്ധക്കൊടി ഉയർത്തുവിൻ. ജനതകളുടെ ഇടയിൽ കാഹളം ഊതുവിൻ. അവളോട് യുദ്ധം ചെയ്യാൻ ജനതകൾക്ക് സജ്ജമാക്കുവിൻ. അരാറാത്ത്, മിന്നി, അഷ്കെനാസ് എന്നീ രാജ്യങ്ങളെ അവൾക്കെതിരെ വിട്ടുകൊടുക്കുവിൻ. അവൾക്കെതിരെ സേനാധിപന്മാരെ വിളിച്ചുകൂട്ടുവിൻ. വെട്ടിക്കിളികളെപ്പോലെ കുതിരപ്പട ഇരുമ്പിയടയട്ടെ. മിദിയാൻ രാജാക്കന്മാരെയും ദേശാധിപതികളെയും
പ്രതിനിധികളെയും അവരുടെ ജനതകളെയും അവൾക്കെതിരെ യുദ്ധത്തിനൊരുക്കുവിൻ. ബാബിലോൺ വിജനമാകാനുള്ള കർത്താവിൻ്റെ തീരുമാനം പൂർത്തിയാകുന്നതുകൊണ്ട് ദേശം വിറയ്ക്കുകയും വേദനയാൽ പുളയുകയും ചെയ്യുന്നു. ബാബിലോൺ വീരന്മാർ യുദ്ധം നിർത്തി കോട്ടകളിൽ അഭയം പ്രാപിച്ചു. അവർ ശക്തി ക്ഷയിച്ച് സ്ത്രീകളെ പോലെയായി. അവളുടെ ഭവനങ്ങൾ അഗ്നിക്കിരയായി. ഓടാമ്പലുകൾ തകർന്നു. നഗരം എല്ലാ വശത്തു നിന്നും പിടിക്കപ്പെട്ടു. കടവുകൾ അധീനമായി. കാവൽ ഗോപുരങ്ങൾ അഗ്നിക്കിരയായി. പടയാളികൾ പരിഭ്രാന്തരായി. ഈ വാർത്ത ബാബിലോൺ രാജാവിനെ അറിയിക്കാൻ ദൂതന്മാർ ഒന്നിനു പുറമെ ഒന്നായി ഓടുന്നു. ഇസ്രായേലിന്റെ ദൈവമായി സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: ബാബിലോൺ പുത്രി കൊയ്ത്തുകാലത്തെ മെതിക്കളം പോലെയാകും. അവളുടെ കൊയ്ത്തുകാലം ഉടനെ വരും. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ എന്നെ വിഴുങ്ങി. എന്നെ തകർത്ത് എന്നെ ശൂന്യമാക്കി. ഭീകരസത്തത്തെ പോലെ അവൻ എന്നെ വിഴുങ്ങി. എൻ്റെ സ്വാദേറിയ ഭോജനങ്ങൾ കൊണ്ട് വയറ് നിറയ്ക്കുകയും എന്നെ കുടഞ്ഞെറിയുകയും ചെയ്തു. എന്നോടും എൻ്റെ ബന്ധുക്കളോടും ചെയ്ത അതിക്രമത്തിൻ്റെ ഫലം ബാബിലോണിൻ്റെ മേൽ പതിയട്ടെ എന്ന് സിയോൻ നിവാസികൾ പറയട്ടെ. എൻ്റെ രക്തത്തിന് കൽദായർ ഉത്തരവാദികളായിരിക്കുമെന്ന് ജെറുസലേം പറയട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ നിനക്ക് വേണ്ടി വാദിക്കും, നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യും. അവളുടെ കടലും നീർച്ചാലും ഞാൻ വറ്റിക്കും. ബാബിലോൺ നാശകൂമ്പാരവും കുറുനരികളുടെ വിഹാരരംഗവുമാകും. അത് ബീഭത്സമായ നിന്നാപാത്രമാകും. ആരും അവിടെ വസിക്കയില്ല. അവർ സിംഹങ്ങളെപ്പോലെ ഗർജിക്കും, സിംഹകുട്ടികളെപ്പോലെ മുരളും. ആർത്തി പൂണ്ട് അവർക്ക് ഞാൻ വിരുന്നൊരുക്കും. കുടിച്ചു മതിച്ച് അവർ ബോധമറ്റു വീഴും. ഉണരാത്ത നിദ്രയിൽ അവർ അമരും. കർത്താവ് അരുളി ചെയ്യുന്നു: ചെമ്മരിയാടുകളെ പോലെ ഞാൻ അവരെ കൊലക്കളത്തിലേക്ക് നയിക്കും. മുട്ടാടുകളെയും കോലാട്ടിൻകറ്റന്മാരെയും പോലെ. സമസ്ത ലോകത്തിൻ്റെയും പ്രശംസയ്ക്ക് പാത്രമായ ബാബിലോൺ എങ്ങനെ പിടിക്കപ്പെട്ടു? ജനതകൾക്കിടയിൽ അവൾ ഒരു ഭീഭത്സ വസ്തുവായതെങ്ങനെ? ബാബിലോണിനെ കടൽ കടന്ന് ആക്രമിച്ചിരിക്കുന്നു. പ്രക്ഷുബ്ധമായ തിരമാലകൾ അവളെ മൂടി. അവളുടെ നഗരങ്ങൾ ഭീഭത്സമായി. ഉണങ്ങി വരണ്ട മരുപ്രദേശം, നിർജ്ജന ഭൂമി, മനുഷ്യൻ കാലുകുത്താത്ത ദേശം. ബാബിലോണിലെ ബേൽമൂർത്തിയായി ഞാൻ ശിക്ഷിക്കും. അവൻ വിഴുങ്ങിയത് ഞാൻ പുറത്തെടുക്കും. ജനതകൾ അവനെ സമീപിക്കുകയില്ല. ബാബിലോണിൻ്റെ കോട്ട തകർന്നിരിക്കുന്നു. എൻ്റെ ജനമേ, അവളുടെ അടുത്ത് നിന്ന് ഓടിയകലുവിൻ. കർത്താവിൻ്റെ ഉഗ്രകോപത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കുവിൻ. നാട്ടിൽ അക്രമം, ഭരണാധിപന്മാരെതിരെ എന്നിങ്ങനെ ദേശത്ത് വർഷം തോറും മാറി മാറി പ്രചരിക്കുന്ന വാർത്ത കേട്ട് നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. ബാബിലോണിൻ്റെ വിഗ്രഹങ്ങൾ ഞാൻ തകർക്കുന്ന ദിവസം വരുന്നു. അവളുടെ ദേശം ലജ്ജിക്കും. അവളുടെ നിഹിതന്മാർ അവളുടെ മധ്യേ വീഴും. അപ്പോൾ ആകാശവും ഭൂമിയും അവയിലുള്ളവയും ബാബിലോണിൻ്റെ നാശത്തിൽ സന്തോഷിച്ചു പാടും. കാരണം വടക്ക് നിന്ന് സംഹാരകൻ വന്നു ചേരും. കർത്താവ് അരുളി ചെയ്യുന്നു: ലോകമെങ്ങുമുള്ള ജനങ്ങളെ കൊന്ന് വീഴ്ത്തിയ ബാബിലോൺ ഇസ്രായേലിലെ നിഹതന്മാരെ പ്രതി അപ്രകാരം തന്നെ നിലം പതിക്കണം. വാളിൽ നിന്ന് രക്ഷപ്പെട്ട നീ നിൽക്കാതെ ഓടുക. വിദൂരത്ത് നിന്ന് കർത്താവിനെ ഓർക്കുക. ജെറുസലേം നിന്റെ സ്മരണയിലുണ്ടായിരിക്കട്ടെ. പരിഹാസവചനങ്ങൾ കേട്ട് ഞങ്ങൾ ലജ്ജിതരായിരിക്കുന്നു. അവമാനം ഞങ്ങളുടെ മുഖം മൂടുന്നു. കർത്താവിൻ്റെ ഭവനത്തിലെ വിശുദ്ധ സ്ഥലങ്ങളിൽ വിജാതിയർ പ്രവേശിച്ചു. ബാബിലോണിൻ്റെ വിഗ്രഹങ്ങളെ ഞാൻ നശിപ്പിക്കുന്ന ദിവസം വരുന്നു. അന്ന് അവളുടെ ദേശത്ത് നിന്ന് വ്രണിതരുടെ രോദനം ഉയരും. ബാബിലോൺ ആകാശം വരെ ഉയർന്നാലും ഉന്നതങ്ങളിൽ കോട്ട കെട്ടിയാലും ഞാൻ അവളുടെ മേൽ സംഹാരകനെ അയക്കും. കർത്താവ് അരുളി ചെയ്യുന്നു: ഇതാ ബാബിലോണിൽ നിന്നൊരു നിലവിളി, കൽദായ ദേശത്ത് നിന്ന് ഭീകരനാശത്തിൻ്റെ മുഴക്കം. കർത്താവ് ബാബിലോണിനെ ശൂന്യമാക്കുന്നു. അവളുടെ ഗംഭീര ശബ്ദം ഇല്ലാതാകുന്നു. സൈന്യങ്ങൾ തിരമാലകൾ പോലെ ആർത്തെടുക്കുന്നു. അവളുടെ ആരവം ഉയർന്നു. ഇതാ സംഹാരകൻ അവൾക്കെതിരെ വന്നു കഴിഞ്ഞു. യോദ്ധാക്കൾ പിടിക്കപ്പെട്ടു. അവളുടെ വില്ലുകൾ തകർന്നു. ഇന്നെന്നാൽ കർത്താവ് പ്രതികാരത്തിൻ്റെ ദൈവമാണ്. അവിടുന്ന് പകരം വീട്ടും. അവളുടെ പ്രഭുക്കളെയും ജ്ഞാനികളെയും ദേശാധിപതികളെയും സേനാധിപതിമാരെയും യോദ്ധാക്കളെയും ഞാൻ ഉന്മത്തരാക്കും. അവർ ഒരിക്കലും ഉണരാത്ത നിദ്രയിലാഴും. സൈന്യങ്ങളുടെ കർത്താവായ രാജാവ് അരുളി ചെയ്യുന്നു: ബാബിലോണിൻ്റെ ശക്തി ദുർഗങ്ങൾ നിലം പതിക്കും. കവാടങ്ങൾ അഗ്നിക്കിരയാകും. ജനങ്ങളുടെ അധ്വാനം വ്യർത്ഥമാകും. അവരുടെ പ്രയത്നഫലം കത്തി നശിക്കും. മക്സയുടെ പുത്രനായ നേരിയയുടെ പുത്രൻ സേരായിക്ക് ജെറമിയ പ്രവാചകൻ നൽകിയ കൽപ്പന:
രാജാവിൻ്റെ അംഗരക്ഷകനായിരുന്ന അവൻ സെദേക്കിയായുടെ 4-ാം ഭരണവർഷം രാജാവിനോടൊപ്പം ബാബിലോണിലേക്ക് പോയപ്പോഴാണ് ജെറമ്യ ഇത് പറഞ്ഞത്. ബാബിലോണിന് വരുന്ന നാശം ജെറമ്യ ഒരു പുസ്തകത്തിലെഴുതി. ജെറമ്യ സെരായയോട് പറഞ്ഞു, ബാബിലോണിലെത്തുമ്പോൾ നീ ഇതെല്ലാം വായിച്ച ശേഷം, കർത്താവെ, മനുഷ്യനോ മൃഗമോ അവശേഷിക്കാതെ നിത്യശൂന്യതയാകും വിധം ഈ ദേശത്തെ നശിപ്പിച്ചു കളയുമെന്ന് അവിടുന്ന് അരുളി ചെയ്തല്ലോ എന്ന് പറയണം. വായിച്ചു കഴിയുമ്പോൾ പുസ്തകത്തോട് ചേർത്ത് കല്ല് കെട്ടി യൂഫ്രട്ടീസ് നദിയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറയുക, ഞാൻ വരുത്തുന്ന അനർത്ഥങ്ങൾ നിമിത്തം ബാബിലോൺ ഇതുപോലെ മുങ്ങും. അവർ തളർന്നു പോകും, അതിനി പൊങ്ങി വരികയില്ല. ഇതാണ് ജെറമ്യയുടെ വചനങ്ങൾ. ജെറമ്യ 52-ാം അധ്യായം 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. രാജാവായപ്പോൾ സെദേക്കിയായ്ക്ക് 21 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 11 വർഷം ഭരിച്ചു. ലിബ്നായിലെ ജെറമ്യയുടെ പുത്രി ഹമൂത്താലായിരുന്നു അവൻ്റെ മാതാവ്. യഹോയാക്കീമിനെ പോലെ അവനും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു. കർത്താവിൻ്റെ കോപം ജെറുസലേമിൻ്റെയും യൂദയുടെയും മേൽ നിബന്ധിച്ചു. അവിടുന്ന് അവരെ തൻ്റെ സന്നദ്ധിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തു. സെദേക്കിയ ബാബിലോൺ രാജാവിനോട് കലഹിച്ചു. സെദേക്കിയയുടെ 9-ാം ഭരണവർഷം 10-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ സൈന്യസമേതം ജെറുസലേമിനെതിരെ വന്ന് അതിനെ ആക്രമിക്കുകയും ചുറ്റും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. അവൻ്റെ 11-ാം ഭരണവർഷം വരെ ആ ഉപരോധം തുടർന്നു. 4-ാം മാസം 9-ാം ദിവസം നാട്ടിൽ ഭക്ഷണം തീർത്ത് ക്ഷാമം രൂക്ഷമായിരിക്കെ അവർ നഗരഭീതിയിൽ വിടവുണ്ടാക്കി. കൽദായർ നഗരം വളഞ്ഞിരുന്നു. സെദേക്കിയ പടയാളികളോട് കൂടെ രാത്രിയിൽ രാജകീയ ദിനത്തിനടുത്ത് ഇരുമതിലുകൾക്കിടയിലുള്ള കവാടത്തിലൂടെ പുറത്തു കടന്ന് അരാബായിലേക്ക് ഓടി. എന്നാൽ കൽദായ സൈന്യം സെദേക്കിയ രാജാവിനെ പിന്തുടർന്നു ചെന്ന് ജെറീക്കോ സമതലത്തിൽ വെച്ച് പിടികൂടി. അവൻ്റെ സൈന്യം ചിതറിപ്പോയി. അവർ രാജാവിനെ ബന്ധിച്ച് ഹമാത്തിലെ റിപ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ സെദേക്കിയയുടെ മേൽ വിധി പ്രസ്താവിച്ചു. ബാബിലോൺ രാജാവ് സെദേക്കിയയുടെ പുത്രന്മാരെ അവൻ്റെ മുമ്പിൽ വെച്ച് കൊന്നു. യൂദയായിലെ പ്രഭുക്കന്മാരെയും റിപ്ലായിൽ വെച്ച് വധിച്ചു. അവൻ സെദേക്കിയയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് അവനെ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി മരണം വരെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. 5-ാം മാസം 10-ാം ദിവസം ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിന്റെ 19-ാം ഭരണവർഷം നബൂഖദ്നേസറിന്റെ അംഗരക്ഷ പ്രധാനിയായ നെബൂസരദാൻ ജെറുസലേമിൽ പ്രവേശിച്ചു. അവൻ കർത്താവിൻ്റെ ആലയവും രാജകൊട്ടാരവും മറ്റ് മാളികകളും അഗ്നിക്കിരയാക്കി. അവനോടൊപ്പം ഉണ്ടായിരുന്ന കൽദായ സൈന്യം ജെറുസലേമിന് ചുറ്റുമുള്ള മതിലുകൾ തകർത്തു. ശില്പികളെയും ബാബിലോൺ രാജാവിൻ്റെ പക്ഷം ചേർന്നവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും നെബൂസരദാൻ പിടിച്ചുകൊണ്ടുപോയി. അതിദരിദ്രരായ ചിലരെ മുന്തിരിത്തോപ്പ് സൂക്ഷിപ്പുകാരെയും അവിടെ തന്നെ നിയമിച്ചു. കൽദായർ കർത്താവിൻ്റെ ഭവനത്തിലെ ഓട്ടുതൂണുകളും ഓടുകൊണ്ടുള്ള ജലസംഭരണിയും ഉടച്ച് കഷ്ണങ്ങളാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. കുടങ്ങൾ, കോരികകൾ, തിരിയണയ്ക്കാനുള്ള കത്രികകൾ, ചഷകങ്ങൾ, ധൂപകലശങ്ങൾ, ദേവാലയ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഇതര ഓട്ടുപാത്രങ്ങൾ ഇവയെല്ലാം അവർ കൈക്കലാക്കി. കൂടാതെ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച കോപ്പകൾ, വറച്ചട്ടികൾ, തളികകൾ, കലശങ്ങൾ, വിളക്കുകാലുകൾ, ധൂപപാത്രങ്ങൾ, ക്ഷാളനപാത്രങ്ങൾ ഇവയും നെബൂസരദാൻ കൊള്ളയടിച്ചു. സോളമൻ രാജാവ് കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടി നിർമ്മിച്ച 2 തൂണുകളുടെയും ജലസംഭരണിയുടെയും അതിനിടയിലുണ്ടായിരുന്ന 12 കാളകളുടെയും പീഠങ്ങളുടെയും ഓടിൻ്റെ തൂക്കം തിട്ടപ്പെടുത്തുക അസാധ്യം. തൂണുകളുടെ ഉയരം 18 മുഴവും ചുറ്റളവ് 12 മുഴവുമായിരുന്നു. 4 വിരൽ കനത്തിൽ അകം പൊള്ളയായിട്ടാണ് അവ പണിതിരുന്നത്. അവയ്ക്ക് ഓടുകൊണ്ടുള്ള മകുടങ്ങളുണ്ടായിരുന്നു. മകുടത്തിൻ്റെ ഉയരം 5 മുഴം. ചുറ്റും ഓടുകൊണ്ട് വല പോലെ നിർമ്മിച്ച ചട്ടക്കൂടും മാതളപ്പഴങ്ങളും അതിലുണ്ടായിരുന്നു. 2 തൂണുകളും ഒന്നുപോലെയായിരുന്നു. മകുടത്തിൻ്റെ വശങ്ങളിൽ 96 മാതളപ്പഴങ്ങൾ കാണാമായിരുന്നു. ചട്ടക്കൂട്ടിൽ ആകെ 100 മാതളപ്പഴങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്രധാന പുരോഹിതൻ സെരായിയായും സഹപുരോഹിതൻ സെഫാനിയായും 3 വാതിൽ കാവൽക്കാരെയും നഗരത്തിൽ നിന്ന് ഒരു സേനാപതിയെയും രാജാവിൻ്റെ ഉപദേഷ്ടാക്കളായി നഗരത്തിൽ കണ്ട 7 പേരെയും സൈന്യത്തിൽ ആളെടുക്കുന്ന സൈന്യാധിപൻ്റെ കാര്യദർശിയെയും ജനത്തിൽ നിന്ന് പട്ടണത്തിൽ കണ്ട 60 പേരെയും കാവൽപ്പട നായകൻ ബന്ധനസ്ഥരാക്കി.
സേനാനായകനായ നെബൂസരദാൻ അവരെ റിബ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവിടെ വെച്ച് രാജാവ് അവരെ വധിച്ചു. അങ്ങനെ യൂദ സ്വന്തം നാട്ടിൽ നിന്ന് നിഷ്കാസിതനായി. നെബൂഖദ്നേസർ അടിമകളായി പിടിച്ചുകൊണ്ടുപോയവരുടെ എണ്ണം ഇതാണ്: അവൻ്റെ 7-ാം ഭരണവർഷം 3023 യഹൂദർ, 18-ാം ഭരണവർഷം 832 പേർ, 23-ാം ഭരണവർഷം നെബൂസരദാൻ പിടിച്ചുകൊണ്ടുപോയ 745 യഹൂദർ, ആകെ 4600 പേർ. എവിൽ മെറോദാക്ക് ബാബിലോണിൻ്റെ ഭരണമേറ്റെടുത്ത വർഷം യൂദാ രാജാവായ യഹോയാക്കിനെ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ചു. അവൻ്റെ കാരാഗൃഹവാസത്തിൻ്റെ 37-ാം വർഷം 12-ാം മാസം 25-ാം ദിവസമായിരുന്നു അത്. അവൻ യഹോയാക്കിനോട് സൗഹാർദ്ദപൂർവ്വം സംസാരിക്കുകയും ബാബിലോണിൽ അവനോടൊപ്പമുള്ള രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം നൽകുകയും ചെയ്തു. യഹോയാക്കിൻ കാരാഗൃഹ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു. എല്ലാ ദിവസവും അവൻ രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു. അവൻ്റെ അനുദിന ആവശ്യങ്ങൾ മരണം വരെ രാജാവ് നിർവഹിച്ചു പോന്നു.